ഹായ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു കുക്കിംഗ് വ്ളോഗല്ല, ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വ്ളോഗാണ്. ഇന്നത്തെ ലഞ്ചിന് ഒരു പൊതിച്ചോറാണ് തയ്യാറാക്കുന്നത്. ഇടയ്ക്ക് പൊതിച്ചോറ് തയ്യാറാക്കാറുണ്ട്. അതിന്നൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പ്രിപ്പറേഷൻ കാണാം. ഇന്നത്തെ കൂടുതൽ പാചകവും വിറകടുപ്പിലാണ് തയ്യാറാക്കുന്നത്. രാവിലെ തന്നെ അടുപ്പെല്ലാം വൃത്തിയാക്കി കുടിക്കാൻ വെള്ളം ചൂടാക്കാൻ വെച്ചു. അതിനുശേഷം ഒരടുപ്പിൽ ചോറ് തയ്യാറാക്കാനും വെച്ചു. ഫസ്റ്റ് അവിയലിന് വേണ്ടി പച്ചക്കറികളെല്ലാം അരിഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. ചോറ് പാകത്തിനായിട്ടുണ്ട്. അത് വാർത്ത് നമുക്ക് മാറ്റി സൈഡിലോട്ട് വയ്ക്കാം. ഇന്ന് കിട്ടിയത് ചൂര മീനാണ്. ഇത് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുക്കുക. ലാസ്റ്റ് ഒന്ന് പരലുപ്പൊന്നിട്ട് കഴുകിയെടുക്കാം. ഇങ്ങനെയുള്ള ഡെയിലി വ്ളോഗ്സ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സഹായിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും ചെയ്യണം. കൂടാതെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ കമൻസ് ആയിട്ട് അറിയിക്കുകയും വേണം. നന്നായിട്ട് കഴുകിയ മീനിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാം, അതായത് കറിക്കും വറക്കാൻ വേണ്ടിയിട്ടും. മീൻ കഴുകിയെടുത്ത് നല്ല സ്മെല്ലായിരിക്കും. അതുകൊണ്ട് സിങ്ക് ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. അപ്പോഴേക്കും പൊതിച്ചോറിന് ആവശ്യമായിട്ടുള്ള എല്ലാം തയ്യാറാക്കി വെച്ചു. മീൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. അവിയലിന് അരിഞ്ഞ് വെച്ചു. അടുത്ത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ക്ലീൻ ചെയ്ത് വെച്ചു. ചീര അരിഞ്ഞ് വെച്ചു. ചീര അരിഞ്ഞത് വിട്ടുപോയി വീഡിയോ എടുക്കാൻ. മീൻ കറി തയ്യാറാക്കാൻ തക്കാളിയും പച്ചമുളകും അരിഞ്ഞ് അതിലേക്ക് ചേർത്തതിന് ശേഷം മാറ്റി വെച്ചു. പൊതിച്ചോറിന് ഇന്ന് മീൻ കറി തയ്യാറാക്കുന്നില്ല. അവിയലിൻ്റെ കഷ്ണങ്ങളിലേക്ക് പച്ചമുളക് അരിഞ്ഞ് ചേർത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും ഉപ്പും പാകത്തിന് ഉപ്പും കുറച്ച് വേവാൻ വേണ്ടി വെള്ളവും ചേർത്ത് നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അത് കുക്കാവുന്ന ടൈമിൽ നമുക്ക് കൂട്ട് തയ്യാറാക്കാം. അതിലേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളകും 2-3 ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകവും തേങ്ങയും കൂടി ചേർത്ത് അരച്ചെടുക്കാം. പാകത്തിന് വെന്ത അവിയലിലേക്ക് കൂട്ടിട്ടതിന് ശേഷം കറിവേപ്പിലയും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണയും ഒഴിച്ച് പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കി നമുക്ക് മാറ്റി വയ്ക്കാം. മീൻ വറക്കാൻ വേണ്ടി നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചതച്ച മുളക്, പെരിഞ്ജീരകം, കുറച്ച് ഗരം മസാല, ഉപ്പും ചേർത്ത് അരച്ച് ഈ മീൻ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് അമ്മിക്കല്ലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പൊതിച്ചോറിന് ചമ്മന്തി ഇല്ലാതെ പറ്റില്ലല്ലോ. അതുകൊണ്ട് ചൂട് കനലിൽ ചുട്ടെടുത്ത ഒരു തേങ്ങാ ചമ്മന്തി തയ്യാറാക്കിയാലോ. അതിനുവേണ്ടി വറ്റൽമുളക് കരിഞ്ഞു പോകാതെ ചുട്ടെടുക്കണം. അതിനുശേഷം അത് മാറ്റി വെച്ചതിന് ശേഷം അതുപോലെ ചെറിയ ഉള്ളി ഒരു കമ്പിയിൽ കോർത്ത് കരിഞ്ഞു പോകാതെ ചുട്ടെടുക്കാം. തേങ്ങ നീളത്തിലരിഞ്ഞ് ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇതെല്ലാം ചുട്ടെടുക്കുമ്പോൾ ഇതിൻ്റെ പുറത്തെല്ലാം കനൽ ചുട്ടെടുത്തതായതുകൊണ്ട് കരി കാണും. അതിനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ട് തേങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എരിഞ്ഞെടുക്കണം. ആദ്യം തന്നെ ചുട്ടെടുത്ത വറ്റൽമുളക് കല്ലിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അരച്ച് മാറ്റിയതിന് ശേഷവും ഈ ചമ്മന്തി എളുപ്പത്തിന് വേണ്ടി മിക്സിയുടെ ജാറിലും അരച്ചെടുക്കാം. പക്ഷേ അരകല്ലിൽ അരച്ചെടുക്കുന്നതാണ് സ്വാദ് കൂടുതൽ. തേങ്ങ അരച്ച് മാറ്റിയതിന് ശേഷം ചെറിയ ഉള്ളിയും ഉപ്പും പുളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കി അരച്ചെടുക്കുക. ഇങ്ങനെ അമ്മിയിൽ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റാണ്. നേരത്തെ കൂട്ട് തയ്യാറാക്കി വെച്ച മീനൊന്ന് നമുക്ക് വറുത്തെടുക്കാം. മീനൊന്ന് വറുത്തെടുക്കുന്ന ടൈമിൽ നമുക്ക് വാഴയില എടുത്തിട്ട് വരാം. ഒരു സൈഡ് പാകമായിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ആ ടൈമിൽ നമുക്ക് മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞതിന് ശേഷം അതിലേക്ക് മുട്ടയും കുരുമുളക് പൊടിയും ഇട്ട് ഉപ്പും ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി മുട്ട ഓംലെറ്റ് തയ്യാറാക്കാം. ഓംലെറ്റ് ഇല്ലാതെ എന്ത് പൊതിച്ചോറല്ലേ. പൊതിച്ചോറിന് വേണ്ടി ഓരോ ഇലയായി വാട്ടിയെടുക്കാം. ഞാനിവിടെ 4 പൊതിച്ചോറാണ് തയ്യാറാക്കുന്നത്. ആ വാട്ടിയിലയിലേക്ക് നല്ല ചൂട് ചോറ് വെച്ച് കൊടുത്തതിന് ശേഷം
കുറച്ച് ഇഞ്ചി അച്ചാർ വെച്ചു, പിന്നെ നാരങ്ങ അച്ചാർ വെച്ച് കൊടുത്തു. നേരത്തെ തയ്യാറാക്കി വെച്ച ചീരത്തോരൻ, ഇതിൻ്റെ വീഡിയോ എടുത്തില്ല. അവിയൽ, വറുത്ത ചൂരമീൻ, തേങ്ങ ചുട്ടരച്ച ചമ്മന്തി, പിന്നെ ഓംലെറ്റ്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം പൊതിഞ്ഞ് മാറ്റി വയ്ക്കാം. രാവിലെ തന്നെ പൊതിച്ചോറിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കും എല്ലാം നല്ല സെറ്റായി നല്ല ടേസ്റ്റായിരിക്കും. പൊതിച്ചോറ് കൂടുതൽ സമയം വയ്ക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുന്നത്. തുറക്കുമ്പോൾ തന്നെ നല്ല മണവും ഒരു നൊസ്റ്റാൾജിക് ഫീലുമാണ് ഉണ്ടാകുന്നത്. ഞാൻ പൊതിച്ചോറ് കഴിക്കട്ടെ. ഓക്കെ, ബൈ.